കൊളത്തൂർ ബാദുഷ ജുമാ മസ്ജിദിന് സമീപം അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് ഹസ്രത്ത് ബാവയുടെ 1-ാം ആണ്ട് നേർച്ചയും ഹയാത്തുൽ ഇസ്ലാം മദ്രസ കെട്ടിട ഉദ്ഘാടനവും ഇന്നും നാളെയും കൂനം കൊളത്തൂർ ഹസ്രത്ത് ബാവ നഗറിൽ നടക്കും. ഇന്ന് രാവിലെ 9-ന് സിയാറത്ത് കൊടികയറ്റത്തിന് ഇസ്മായിൽ ദാരിമി, മുസ്തഫ മൗലവി എന്നിവർ നേതൃത്വം നൽകും. വൈകിട്ട് 7-ന് CM ഉമ്മർ ദാരിമിയുടെ അധ്യക്ഷതയിൽ SKJM ചെറുക്കള റേഞ്ച് പ്രസിഡന്റ് ആബിദ് റഹ്മാനി ഉദ്ഘാടനം ചെയ്യും. സുബൈർ തോട്ടിക്കൽ ആൻഡ് പാർട്ടി ഇസ്ലാമിക കഥാപ്രസംഗം നടത്തും. നാളെ രാവിലെ 10-ന് മദ്രസ കെട്ടിടം ഉദ്ഘാടനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിക്കും. NPM സൈനുൽ ആബിദ് തങ്ങൾ അൽ ബുഖാരി കുന്നുംകൈ അധ്യക്ഷത വഹിക്കും. സജി ജോസഫ് MLA മുഖ്യാതിഥിയാവും. സമസ്ത കേന്ദ്ര മുശാവറ അംഗം ഉസ്താദ് മുഹമ്മദ് ഷരീഫ് ബാഘവി, വേശാല AK അബ്ദുൾ ബാഖി, മുഹമ്മദ് സഅദി വളാഞ്ചേരി എന്നിവർ പ്രഭാഷണം നടത്തും. സയ്യിദ് തമീമുൽ അൻസാരി, ഇസ്മായിൽ ആലിം ഏർവാടി, സയ്യിദ് അൽ ഹാഫിള് മുർസൽ ഫൈസി ഏർവാടി എന്നിവർ വിശിഷ്ടാതിഥികളാകുമെന്ന് സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ അബ്ദുൾ സത്താർ ഹാജി, കൺവീനർ മുത്തലീബ് നൂറാനി, ഖത്തീബ് BK മുസ്തഫ മൗലവി, CM സൈനുൽ ആബിദ് എന്നിവർ അറിയിച്ചു. ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിലെ കൊളത്തൂർ എന്ന ദേശത്ത് ബാദുഷ ജുമാ മസ്ജിദിൻ്റെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഹസ്രത്ത് മുഹമ്മദ് ബാബ ഒണ്ടങ്കേരി അവരുടെ 1-ാം ആണ്ട് നേർച്ചയും ജുമാ മസ്ജിദിൻ്റെ സമീപമായിട്ട് ജുമാ മസ്ജിദിൻ്റെ കീഴിൽ തന്നെ നിർമ്മിച്ച ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെ കെട്ടിട ഉദ്ഘാടനവും നാളെയും മറ്റന്നാളുമായിട്ട് കൊളത്തൂർ വെച്ച് നടക്കുകയാണ്. കൊണ്ടങ്കേരി എന്ന സ്ഥലത്തു നിന്നും 2008 തളിപ്പറമ്പിൻ്റെ അടുത്ത് പടപ്പയങ്ങാട് എന്ന സ്ഥലത്ത് നിന്ന് താമസിക്കുകയും പിന്നീട് ജനവാസം കുറവായ കൊളത്തൂരിൽ ഒരു വീട് നിർമ്മിക്കുകയും 2016-ൽ ആ വീട്ടിൽ താമസം തുടങ്ങുകയും ചെയ്തു. പിന്നീട് അവിടെ താമസമാക്കി കൊണ്ടങ്കേരി എന്ന പ്രദേശത്ത് 40 വർഷത്തിലധികമായി ഏർവാടി ശ്രോതാക്കളുടെ പേരിൽ ഒരു ചികിത്സാ കേന്ദ്രം നടത്തുകയും പല പ്രദേശങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ഒണ്ടങ്കേരി ബാബ എന്ന ഈ മഹാനെ സന്ദർശിക്കാൻ എത്തുകയും താമസം മാറിയ കൊളത്തൂരിലേക്കും ആ ജനങ്ങൾ തടിച്ചുകൂടുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ നമസ്കരിക്കാൻ ഒരു പള്ളി വേണമെന്ന് ഉദ്ദേശിക്കുകയും ആ ആഗ്രഹത്തോടെ കൂടി ബാദുഷ ജുമാ മസ്ജിദ് നിർമ്മിക്കുകയും ആ പള്ളി നിർമ്മിച്ചപ്പോൾ തൊട്ടടുത്ത് തന്നെ അദ്ദേഹം മരിച്ചാൽ എന്നെ ഇവിടെ മറവ് ചെയ്യണം എന്ന് പറയും അവിടെ ഒരു ഖബർ നിർമ്മിക്കുകയും ചെയ്തു. ഇന്ന് ആ മഹലിൽ ആ കൊളത്തൂർ ഈ പള്ളിയുടെ കീഴിൽ 10-ലധികം വീടുകൾ തുടങ്ങിയിട്ടുണ്ട്. 2025 ഫെബ്രുവരി 23-ന് കൊണ്ടങ്കേരി ബാബ എന്ന ഈ മഹാൻ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹ സഫലീകരണ എന്ന രീതിയിൽ പള്ളിയുടെ ചാരത്ത് തന്നെ ഖബർ കുഴിക്കുകയും ആ ഖബറിൽ അദ്ദേഹത്തെ മറവ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ 1-ാം ആണ്ടാണ് ഈ വരുന്ന 10-11 തീയതികൾ കൊളത്തൂർ വെച്ച് നടക്കുകയാണ്. 10-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് സിയാറത്തും കൊടികയറ്റവും നടക്കുകയാണ്. സിയാറത്തിനും കൊടികയറ്റത്തിനും അവിടുത്തെ ഖത്തീബായ ഇസ്മായിൽ ദാരിമിയും സദർ മൗലവിയും BK മുസ്തഫ മൗലവിയും നേതൃത്വം നൽകുകയാണ്. തുടർന്ന് രാത്രി 7 മണിക്ക് ഉദ്ഘാടന വേദി CM ഉമ്മർ ദാരിമിയുടെ അധ്യക്ഷതയിൽ ചെറുക്കള റേഞ്ച് ജംഇയ്യത്തെ മൗലവിൻ്റെ പ്രസിഡന്റ് ആബിദ് റഹ്മാനി ഉദ്ഘാടനം ചെയ്യുന്നു. കഥാപ്രസംഗ ലോകത്ത് പ്രഗത്ഭനായ കാതികൻ സുബൈർ തോട്ടിക്കൽ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന ഇസ്ലാമിക കഥാപ്രസംഗം നടക്കുകയാണ്. തുടർന്ന് 2-ാം ദിവസമായ ബുധനാഴ്ച രാവിലെ 10:30-ന് പുതുതായി നിർമ്മിച്ച മദ്രസയുടെ കെട്ടിട ഉദ്ഘാടനം ഹയാത്തുൽ ഇസ്ലാം മദ്രസ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ 10,976 എന്ന രജിസ്റ്റർ നമ്പറിൽ നിർമ്മിച്ച മദ്രസയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. മദ്രസ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്.